സാറ് 7ാം ക്ലാസ് വരെയൊക്കെ അവന് ഞങ്ങളോട് ഒരുപാട് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവന് ഒരു സംസാരവുമില്ല. മുഴുവൻ ടൈമും അവന് ഫോണിലാണ്. അവൻ മുറി അടച്ച് കയറിയിരിക്കുകയാണ്. അവന് ഞങ്ങളോടൊന്നും തന്നെ സംസാരിക്കാനില്ല. ഞങ്ങൾ അടുത്ത് ചെല്ലുന്ന പോലും അവന് ഇഷ്ടമല്ല. മോള് നല്ല സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അവളിപ്പോൾ കാര്യങ്ങളൊന്നും പലതും നമ്മളോട് പറയാറില്ല. ഞങ്ങൾക്കൊരു ചെറിയ പേടിയൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് കുട്ടികളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുക? അവരുമായിട്ട് എങ്ങനെയാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കുക? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ടീനേജിലുള്ള കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പൊതുവേ മാതാപിതാക്കൾക്ക് ഇപ്പോൾ വളരെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാനമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡിൽ തന്നെ കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം, ഒരു വൈകാരിക തലമൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് പലപ്പോഴും അവരെ വേറെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കുക, ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിക്കുക, ജോലിക്കാരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അവരോടൊപ്പം അധികം സമയം ചിലവഴിക്കാതിരിക്കുക. സ്വന്തം ജോലിയുടെയും സ്വന്തം കരിയറിൻ്റെയൊക്കെ പുറകിനൊക്കെ പോയിട്ടുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ടീനേജിൽ വരുമ്പോൾ അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ടീനേജിൽ എങ്ങനെയാണ് നമുക്ക് കുട്ടികളുമായിട്ട് എഫക്റ്റീവായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് അറിഞ്ഞിരുന്നില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കുട്ടിക്കും ഉണ്ടാവും, പേരൻറ്റിനും ഉണ്ടാവും. കുട്ടികൾ സത്യത്തിൽ നമ്മളോട് പലതരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർ കാണിക്കുന്ന ദേഷ്യമായാലും അവരുടെ സന്തോഷമായാലും അവരുടെ വിഷമങ്ങളായാലും അവരുടെ ദുഃഖമായാലും അതിലൂടെ എല്ലാം അവർ നമ്മളോട് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മൾ ഒരു പേരൻ്റ് എന്ന നിലയിൽ ഉയർന്നിട്ടുണ്ടോ? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. എല്ലാ റിലേഷൻഷിപ്പിന് എവിടെയും ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സൃഷ്ടിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ്. ആദ്യം ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റെസ്പെക്റ്റാണ്. നമുക്ക് ആരുമായിട്ടും നല്ലൊരു ക്ലൗട്ട് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരാളെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം നമ്മൾ ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പൊതുവേ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ കുഞ്ഞുങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പാഠം ആദ്യം തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് ഒരു ശകലം സമയമെടുക്കും. നമ്മൾ അവരുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവണം. വൈകാരികമായി അവരോട് കണക്റ്റഡ് ആവണമെങ്കിൽ നമ്മൾ അവരുടെ ഇഷ്ടങ്ങളിലേക്കാണ് ആദ്യം ഇറങ്ങി ചെല്ലേണ്ടത്. ചില പേരൻ്റൊക്കെ പറയുന്ന അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവളും അവനുമൊക്കെ നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിയുടെ ബ്രെയിനൊന്നും പൂർണ്ണമായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല, അവർ വലുതായിട്ട് മെച്യൂർഡ് ആയിട്ടില്ല. അവരുടെ ഒരു ഗ്രോയിങ് സ്റ്റേജാണ്. അവർക്ക് ഒരുപാട് ടാൻട്രംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, വലിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള ഐഡൻറ്റിറ്റി ക്രൈസിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കണമെന്ന് വാശി പിടിക്കാതെ നമ്മൾ അവരെ ആദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവരെ വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും അവരുടെ ഇഷ്ടങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് പതുക്കെ അവരുമായിട്ടൊന്ന് കണക്റ്റഡ് ആകാനായിട്ട് ശ്രമിക്കുക. അവരോട് വർത്തമാനം പറയുമ്പോൾ അവരുടെ താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കണം ആദ്യം സംസാരിക്കണം. നമ്മളൊരു മീൻ പിടിക്കാൻ പോവുകയാണെങ്കിൽ ചിക്കൻ ബിരിയാണി ആയിട്ടല്ലല്ലോ പോകുന്നത്. മീനിന് ഇഷ്ടമുള്ളവർ ഇരയെടുത്തുകൊണ്ടാണ് മീനെ പിടിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന പോലെ നമ്മൾ കുട്ടികളെ പിടിച്ചെടുക്കണമെങ്കിൽ അവർക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങുക. അങ്ങനെയാണ് സംസാരങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അവരുടെ ഇഷ്ടത്തിലും താല്പര്യത്തിലൊക്കെ സംസാരിക്കുന്നവരെയാണ് അവരുടെ വൈബുള്ള പേരൻ്റ് എന്നൊക്കെ അവർ വിളിക്കുന്നതും അങ്ങനെയുള്ളവരെയാണ്. അങ്ങനെ ഒരു വൈബുള്ള പേരൻ്റ് ആവുക. അവരുടെ ഇഷ്ടത്തിലേക്കൊക്കെ ആദ്യം സംസാരിക്കാൻ നമുക്ക് തയ്യാറാണ്. അവരുടെ ഇഷ്ടത്തിലേക്കൊക്കെ നമുക്ക് സംസാരിച്ച് വരുമ്പോൾ നമുക്ക് അവരിലൊരു ഇൻഫ്ലുവൻസ് കിട്ടും. അവരെ നമുക്കൊന്ന് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അവരുമായിട്ട് നമുക്കൊരു റാപ്പോ കിട്ടും. ഈ സമയത്ത് നമുക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും അവരോട് ഡിസ്കസ് ചെയ്യാൻ. ടീനേജിൽ പലപ്പോഴും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഉപദേശം എന്ന് പറയുന്നൊരു സാധനം ടീനേജിൽ വർക്കാവാൻ പ്രയാസമാണ്. അപ്പോൾ ഉപദേശത്തിൻ്റെ ഒരു ടോണ് മാറ്റിയിട്ട് അവരുമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുക. പല കാര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ഒരു പാരഡൈം എന്താണ്, അവരുടെ ഒരു ഒപ്പീനിയൻ എന്താണ്, അവരുടെ ഒരു വ്യൂ പോയിൻ്റ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ, അവരുടെ ആശയങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ, അവരുടെ മനോവ്യാപാരങ്ങളൊന്ന് മനസ്സിലാക്കാൻ, എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളെ എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്താണ്, അവർക്കുണ്ടാവേണ്ട കാഴ്ചപ്പാട് എന്താണ്, അവർക്കുണ്ടാവേണ്ട ഒരു ലോകപരിചയം എന്താണ്, ഇതിലേക്കൊക്കെ അവരെ നമുക്ക് നയിക്കാൻ കഴിയണം.
അപ്പോൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. പ്രത്യേകിച്ച് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റൽ നീഡ്സ് എന്താണെന്ന് അറിയണം. ചില കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ തീരെ അറിയില്ല, അവരധികമൊന്നും സംസാരിക്കില്ല, അവർക്ക് തുറന്നു പറയാനൊക്കെ പേടിയുള്ളവരുണ്ട്. അത് കോൺഫിഡൻസ് ഇല്ല ആ കുട്ടികൾക്ക്, നമ്മളോടും കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ആ നമ്മളോടുള്ള കോൺഫിഡൻസ് പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളും അവരുമായിട്ട് കംഫർട്ടബിളായി കഴിയുമ്പോൾ അവർ പതുക്കെ ഓപ്പണപ്പ് ആകാൻ തുടങ്ങും. അപ്പോൾ വീട്ടിൽ തന്നെ അവർക്ക് പിന്നെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവരുടെ ആത്മവിശ്വാസം കൂടുന്നു, അവരുടെ ഒരു ആത്മാഭിമാനം കൂടുന്നു, അവരുടെ ഒരു റെസ്പെക്റ്റ്, അവരോട് തന്നെയുള്ള റെസ്പെക്റ്റൊക്കെ കൂടുന്നു. തീർച്ചയായിട്ടും അങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ അവരാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വാല്യൂ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്കില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്താൽ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകും. നേരെ മറിച്ച് അവർക്കുള്ളത്, ഇപ്പോൾ ഒരു കുട്ടിക്ക് കണക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ആ കണക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തായാലും ആ കുട്ടി കൊണ്ടുവന്നതല്ല, അത് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ജെനറ്റിക്സിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും കുറച്ച് കാണുകയും ഒക്കെ ചെയ്യുന്നത് മോശമാണ്. ഓക്കെ മോനെ, കണക്ക് ശ്രമിച്ചു, കഴിയുന്നത്ര ബെറ്റർ ആക്കാൻ ശ്രമിക്കുക, ഇനി അത് പറ്റുന്നില്ലയോ നമുക്കതില്ലാത്ത മേഖലകളിലൊക്കെ പോകാം. ഇങ്ങനെ അവരെ കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഒരു കുട്ടിക്ക് ഇച്ചിരി സ്പീഡ് കുറവാണ്, ആ കുട്ടിയെ നമ്മളല്ലാതെ ആരാണ് മനസ്സിലാക്കുന്നത്? ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിന് അടങ്ങിയിരിക്കാനേ പറ്റുന്നില്ല, അതെപ്പോഴും ഇങ്ങനെ വികൃതി കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നെങ്കിൽ നമ്മളല്ലാതെ ആരാണ് അതിനെ മനസ്സിലാക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ കുട്ടികളെയും അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ മാറ്റാനും മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും കഴിയുന്നതാണ് ഒരു നല്ല പേരൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പേരൻറ്റിനെയാണ് കുട്ടികൾ വിശ്വസിക്കുന്നത്. നമ്മൾ കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ ഒരു വിശ്വാസ്യത നേടിയെടുക്കാൻ നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അവർ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്നും പറയുന്ന ഒരേ കാര്യങ്ങൾ തന്നെ ആയിരിക്കണം. ഒരു ദിവസം ഒന്ന് പറയുക, വേറൊരു ദിവസം വേറൊന്ന് പറയുക. നമുക്ക് ഈ മാതാപിതാക്കളുടെ മാനസിക ആരോഗ്യവും കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. മാതാപിതാക്കൾ വലിയ വെപ്രാളമുള്ളവരാണെങ്കിൽ അവർക്ക് ആ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവർക്ക് ടാൻഡ്രംസ് ഉള്ളവരാണെങ്കിൽ അവർക്കൊരു കൺസിസ്റ്റൻസി കാണത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കുട്ടിയുടെ ആ വിശ്വാസം ഉണ്ടാകുന്നതിൽ കുറവ് വരും, അത് കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. അപ്പോൾ നല്ല ഒരു റിലേഷൻഷിപ്പ് കുട്ടികളുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതിന് റെസ്പെക്റ്റാണ് അതിൻ്റെ ഏറ്റവും മൂലക്കല്ല് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ടോണാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ജസ്റ്റായിട്ടാണെങ്കിൽ കുട്ടികൾ അതിനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കും. ചില ആൾക്കാർ ഇച്ചിരി മാനിപ്പുലേറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്ക് ചില കാര്യങ്ങൾ സാധിക്കാനായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ മാനിപ്പുലേഷൻസ് വരുത്താൻ തയ്യാറാകുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ അല്ല, നമ്മൾ അവരോട് വളരെ ജസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ. അപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞു പോയി ധൈര്യമായിട്ട് വന്ന് നമ്മളോട് പറയും. നേരെ മറിച്ച് മാർക്ക് കുറഞ്ഞാൽ അങ്ങനെയാണ്, മാർക്ക് കുറഞ്ഞാൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും എപ്പോഴും ഉപദേശം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വീടുകളിൽ കുട്ടികൾ മാതാപിതാക്കളോട് തുറന്നു പറയാൻ വിസമ്മതിക്കും. അതുപോലെ അവരുടെ വികാരങ്ങളെ നമ്മൾ അതുപോലെ മനസ്സിലാക്കാത്തവരാണ്, വാലിഡേറ്റ് ചെയ്യാത്തവരാണ്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളോടും നമ്മൾ ജഡ്ജ്മെൻ്റലാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വിസമ്മതിക്കും. നേരെ മറിച്ച് അവർ പറയുന്ന കാര്യങ്ങളെ അതിൻ്റെ വസ്തുതാപരമായി സ്വീകരിച്ച് അതിനനുസരിച്ച് അവരോട് പോസിറ്റീവായിട്ട് നിലപാടുകൾ എടുക്കുകയും കറക്റ്റ് ചെയ്യേണ്ടിടത്ത് വളരെ ഫേമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും എന്നാൽ ആവശ്യമില്ലാത്ത അഗ്രഷൻസ് ഒന്നും കൊണ്ടുവരാതിരിക്കുകയൊക്കെ ചെയ്താൽ അതാണ് ഞാൻ പറഞ്ഞത്, ആ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അതാണ്. നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഏത് കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചർച്ചകളാണ് ഏറ്റവും നല്ലത്. ഉപദേശം ഒരു ഗുണവും ചെയ്യില്ല. അവരുടെ കുറ്റങ്ങൾ നിരന്തരമായിട്ട് പറയുന്നത് യാതൊരു ഗുണവും ചെയ്യില്ല. കാരണം ആ കുറ്റങ്ങളുടെയൊക്കെ ഉത്തരവാദി നമ്മളും കൂടിയാണ്. നമ്മൾ വളർത്തിക്കൊണ്ട് വന്നൊരു പ്രോഡക്റ്റിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ കൂടെ ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരുടെ കുറ്റങ്ങളെ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതെ കൂടുതൽ സമയം അവരുമായിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ചർച്ചകളിലൂടെ അവർക്ക് നല്ല ആശയങ്ങളെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കുട്ടികൾക്ക് ദേഷ്യമൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കരച്ചിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ കള്ളം കാണിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രഷേർഡ് ആകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ചിലപ്പോൾ അതിൻ്റെ പുറകിൽ കാണും. കുട്ടികൾക്ക് പഠിത്തത്തിൽ താല്പര്യമില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥകളെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവണം. ലിസണിങ് ആണ് കൂടുതലുണ്ടാവേണ്ടത്. അവരെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരെ കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരെ കൂടുതൽ കേൾക്കുമ്പോൾ അവരെ കൂടുതൽ നമുക്ക് മനസ്സിലാകും. കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കവരെ രൂപാന്തരപ്പെടുത്താനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ആ ബന്ധം വന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, അവരുടെ വിഷയങ്ങളിൽ നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെന്നാൽ നാളെ നമ്മുടെ കൺസേണുകളിൽ അവരും ഇറങ്ങി വരും. അത്രയേ ഉള്ളൂ. അച്ഛനോടും അമ്മയോടും ഒക്കെ അവർക്കൊരു വിധേയത്വം വരും. അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരു താങ്ക്ഫുൾനെസ് വരും. വളരെ മൈൻഡ്ഫുള്ളായിരിക്കണം അവരുമായിട്ട് നമ്മൾ ഇടപെടുന്ന സമയം. അതിനെയാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അവരുമായിട്ട് ഇടപെടുന്ന സമയം അവർക്ക് വേണ്ടി മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 12 വയസ്സ് കഴിയുമ്പോഴത്തേക്കെങ്കിലും അച്ഛന്മാർ അവരുടെ
ക്വാളിറ്റി ടൈം കൂടുതലായിട്ട് അവർക്ക് കൊടുക്കുന്നതൊക്കെ അവർക്ക് ഏറ്റവും നന്നായിരിക്കും. ആൺപെൺ വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യം വളരെ ആവശ്യമാണ്. കിട്ടുന്ന സമയങ്ങൾ അവർക്ക് നല്ല ക്വാളിറ്റിയോടുകൂടി കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ ഒരുപാട് നേരം അവരുമായിട്ട് കളിയും ഫണ്ണും ഒക്കെ വേണം. റിക്രിയേഷനും എൻ്റർടൈൻമെൻറ്റും ഒക്കെ കുട്ടികളുമായിട്ട് ഒരുമിച്ചിരുന്ന് ചെയ്യാൻ കഴിയണം. നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് അവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കാർഡ്സ് കളിക്കുന്നു, ക്യാരംസ് കളിക്കുന്നു, ചെസ്സ് കളിക്കുന്നു. നമ്മൾ കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ പേരൻസും കുട്ടികളും തമ്മിലുള്ള കളികളൊക്കെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ടീനേജിലേക്കൊക്കെ വന്നാൽ പിന്നെ പഠിത്തം മാത്രമാണ് ഒരു വിഷയം. അത് വളരെ സൂക്ഷിക്കണം. കുട്ടികൾക്ക് ഇത്ര കണ്ട് പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എത്ര കണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ടെന്നൊക്കെയുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ട്യൂഷനൊക്കെ പോയാൽ 10 മാർക്ക് കൂടെ കൂടുതൽ കിട്ടും. പക്ഷേ 10 മാർക്കിൻ്റെ കൂടുതലിന് വേണ്ടി കുട്ടി കൂടുതൽ സ്ട്രെസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും നാളെ സംഭവിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ആരോഗ്യപരമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുണ്ടോ? കുട്ടിക്ക് സ്ട്രെസ്സ് കൂടുന്നുണ്ടോ? കുട്ടിക്ക് ഭാരം കൂടുന്നുണ്ടോ? ഇപ്പോൾ പഠിത്തത്തിലൊക്കെ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ കുട്ടി പേടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. ഒരു പേരൻ്റ് എന്നോട് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അവൻ ഞങ്ങളോട് പറയാറില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. കാരണം കുട്ടിയുടെ പ്രയാസങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല, കുട്ടിയുടെ ആശങ്കകളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല, കുട്ടിയുടെ പേടികളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല, കുട്ടിയുടെ സ്ട്രെസ്സ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പിന്നെന്താണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ അവസ്ഥകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പല പ്രയാസങ്ങളും പല സമയത്തും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവർക്ക് എന്തെങ്കിലും നീഡ്സ് ഉണ്ട്, അത് നമ്മളെ കൊണ്ട് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ച് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. അങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്ത് അവരുമായി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനവും ഒരു റെസ്പെക്റ്റാണ്. പിന്നെ നമ്മളുടെ ഉള്ളിൽ പല ആഗ്രഹങ്ങളും കാണും, പക്ഷേ അതെല്ലാം കുട്ടികളെ കൊണ്ട് നമുക്ക് നടത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പദ്ധതികൾക്കനുസരിച്ചൊന്നും പോയില്ലെന്ന് വരും. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ വസ്തുതകളൊക്കെ മനസ്സിലാക്കി കുട്ടികളെ ഡിസോണർ ചെയ്യാതിരിക്കാനും കുട്ടികളെ നിരാശപ്പെടുത്തി അവരുടെ ആത്മവിശ്വാസം കെടുത്താനും ഒന്നും ശ്രമിക്കാതിരിക്കുക. കാരണം കുട്ടികളാണ്. അവർക്ക് മേളോട്ട് വരുമ്പോൾ ചില കുട്ടികളൊക്കെ മേളോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് പഠിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് ആ താഴെയൊക്കെ പഠിച്ച രീതിയുടെ മിസ്റ്റേക്കുകളാണ്. താഴത്തെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് ട്യൂഷനും കോച്ചിങ്ങും അതുപോലെ ഫുൾ ടൈം ഇരുന്ന് പഠിപ്പിച്ച കുട്ടികളൊക്കെ മേളോട്ട് വരുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പോലും അറിയില്ല. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് അതിനൊക്കെ പുതിയ പുതിയ രീതികൾ അവലംബിച്ച് അതിനെയൊക്കെ മാറ്റം വരുത്താമെന്നൊക്കെ മനസ്സിലാക്കി. പിന്നെ ചില കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, പഠിച്ചിട്ട് എന്താ പ്രയോജനം, നമുക്ക് ഈ വലിയ വലിയ ആൾക്കാരായ പലരും പഠിക്കാത്തവരല്ലേ, ഈ കണക്ക് പഠിച്ചിട്ട് എന്താ ഗുണം എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഇതെല്ലാം നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് ചർച്ച ചെയ്യണം. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്കും പേരൻസും ഒക്കെ ആയിട്ട് തന്നെ നല്ല കൗൺസിലിങ്ങും ഗൈഡൻസും ഒക്കെ എടുക്കുന്നത് ചിലപ്പോൾ പ്രയോജനം ചെയ്യും. അല്ലെങ്കിൽ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാനും കുറച്ചുകൂടെ ഒന്ന് എൻറിച്ച്ഡ് ആകാനും ഒക്കെ ഇത്തരം സെഷൻസൊക്കെ നിങ്ങളെ സഹായിക്കും. എന്തായാലും നല്ല ആരോഗ്യപരമായ ഒരു കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായിട്ട് ആവശ്യമാണ്. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടുന്നു, ആങ്സൈറ്റി ഭയങ്കരമായിട്ട് കൂടുന്നു എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കൂടുന്നു, ഫിയർ കൂടുന്നു എന്നൊക്കെയാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം മാതാപിതാക്കൾക്ക് സമയമില്ലാത്തതും മാത്രമല്ല മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളെ മനസ്സിലാക്കാത്തതും ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതും ഒക്കെയാണ് കാരണം. അപ്പോൾ ഇതിനെയൊക്കെ കുറേ കൂടെ റീവാമ്പ് ചെയ്ത് കൊണ്ടുവന്ന് വളരെ ആരോഗ്യപരമായ ഒരു ആശയവിനിമയം കുട്ടികളുമായിട്ട് നിരന്തരമായി നടത്തുക. കുട്ടികളുടെ കണ്ണുകളിൽ അവരുടെ ഒരു സിലബസ് കണ്ടെത്താൻ നമുക്ക് കഴിയണം. അവരുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ അവരുടെ കണ്ണുകളിൽ കണ്ടെത്താൻ കഴിയുന്നവരാണ് മിടുക്കരായ മാതാപിതാക്കൾ. അതിനെ കണ്ണ് തുറന്ന് തെളിഞ്ഞ് നമുക്ക് കുഞ്ഞുങ്ങളെ കാണാനും ശ്രദ്ധിക്കാനും ഒബ്സർവ് ചെയ്യാനും അവരോട് കൂടുതൽ സമയം ഇടപെടാനും ഒക്കെ കഴിയട്ടെ. ഭക്ഷണത്തിലൂടെ ഒരു വലിയ കമ്മ്യൂണിക്കേഷനുണ്ട്. അവരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അത് വലിയൊരു കമ്മ്യൂണിക്കേഷനാണ്. അവരുമായിട്ട് കളിക്കുമ്പോൾ അത് വലിയൊരു കമ്മ്യൂണിക്കേഷനാണ്. അങ്ങനെ എല്ലാ തരത്തിലും കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയും കുട്ടികളെ കടത്തിവിടുക. അവരുടെ ആരോഗ്യകാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് അവർക്ക് വലിയൊരു കമ്മ്യൂണിക്കേഷനാണ് കൊടുക്കുന്നത്. അവരുടെ താല്പര്യങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ അതിലൂടെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം. അവർ തിരുത്തേണ്ടിടത്ത് തിരുത്തണം, കറക്റ്റ് ചെയ്യേണ്ടിടത്തൊക്കെ കറക്റ്റ് ചെയ്യപ്പെടണം. പുതിയ ആശയങ്ങളും ചിന്താഗതികളും കൊടുക്കേണ്ടിടത്ത് അതൊക്കെ കൊടുക്കണം. എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ഓരോ പ്രായത്തിലും അത് കൃത്യമായിട്ട് കൊടുക്കാമെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല നറിഷ്ഡായി എൻറിച്ച്ഡായി വളർന്നു വരും. നല്ല മിടുക്കരായ കുഞ്ഞുങ്ങളെ നമുക്ക് ലോകത്തിന് കൊടുക്കാം. അതിൽ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വളരെ പ്രധാനമാണ്. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെട്ട
സ്ഥലങ്ങളിൽ അവർക്ക് അവരുടെ പിയർ ഗ്രൂപ്പിലേക്കും അവരുടെ ഫ്രണ്ട്സിലേക്കും അവരുടെ റിലേഷൻഷിപ്പിലേക്കും ഒക്കെ ഈ ക്വാളിറ്റീസ് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടാവും. സ്വാഭാവികമായിട്ടും അവർ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കും അവരുടെ ലോകത്തും. അതൊക്കെ അവരുടെ പിന്നീടുള്ള കരിയറിലും അവരുടെ കുടുംബജീവിതത്തിലും അവരുടെ ഫ്രണ്ട്ഷിപ്പിലും അവരുടെ സോഷ്യൽ റിഫ്ലക്ഷൻസിലും ഒക്കെ അവരെ കുറേ കൂടെ മിടുക്കുള്ളവരാക്കും. അതുകൊണ്ട് മിടുക്കരാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം മാറ്റാം. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഹാപ്പി ലിവിങ്.